ആരോടും പാർഷ്യാലിറ്റി ഇല്ല, എല്ലാവരോടും ഒരുപോലെ. നോക്കൂ, വായുവിനെ നോക്കി പഠിക്കൂ നിങ്ങൾ. വായുവിന് വല്ല പക്ഷപാതം ഉണ്ടോ? ഈ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് വല്ല പക്ഷപാതം ഉണ്ടോ? എല്ലാവരോടും ഒരുപോലെ. ഇതുപോലെയാണ് എല്ലാവരിലും ഈശ്വരൻ ഒരുപോലെയാണ്. ഇത് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം ഏതാണ്? ഹിന്ദു മതം. ഞാൻ ഗീതയിലൊക്കെ വായിച്ചിരിക്കുന്ന ശ്ലോകങ്ങൾ ഇതാണ്: സർവഭൂതേഷു സമം എന്നാണ്. സർവഭൂതങ്ങളിലും ഒരുപോലെ ഇരിക്കുന്ന ഈ ദൈവീകമായ ശക്തിയെ, അതല്ലേ അമ്മയും പഠിപ്പിക്കുന്നത്? എല്ലാവരിലും ഒരേ ഒരു സത്യം, എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു വാക്ക്, നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്നത്, ഒരേ നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത മണികളാണ് ഈ പ്രപഞ്ചവും സത്യവും. ഒരേ നൂല്, അതാണ് ഈശ്വരീയമായ ശക്തി എന്നുള്ളത്. നമ്മളെല്ലാവരെയും കോർത്തിരിക്കുന്ന ഒരേ ദൈവീക ശക്തിയിൽ നമ്മൾ വ്യത്യസ്തരാണ്. ഇത് ഞാൻ എന്തിനാണ് ആവർത്തിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ കുളിക്കുന്ന സമയത്ത് ഓരോ തുള്ളി വെള്ളത്തിനും ഒന്നിന് വലുതെന്നോ ചെറുതെന്നോ ഉണ്ടോ ഇല്ലയോ? എല്ലാറ്റിൻ്റെയും മുന്നോട്ടുള്ള കുതിപ്പിന്റെ ശക്തി ഒരേ ശക്തിയല്ലേ? അത് ഓർത്താൽ മതി. മുന്നോട്ട് ഒഴുകുന്നതിന്റെ ശക്തി ഒരേ ശക്തിയാണെങ്കിൽ നമ്മളിലൊക്കെ ഉള്ള ദൈവീകത ഒരേ ഒരു ദൈവീകത നമ്മൾ കുട്ടികളിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യണം. ഒരേ ഒരു ദൈവമല്ല ലോകത്തിലുള്ളത്. പറയുക വാക്കൊന്ന്. ഒരു ദൈവമല്ല ലോകത്തിലുള്ളത്. ഒരേ ഒരു ദൈവം. ഒന്ന് ഉറക്കെ പറയും എല്ലാവരും. ഒരേ ഒരു ദൈവം. ഉറപ്പിച്ച് പറയത്. ആ വെള്ളത്തിന്റെ ഓരോ തുള്ളിയും മുന്നോട്ടൊഴുകുന്നത് ഒരേ ശക്തിയിലാണെങ്കിൽ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും ഒരേ ശക്തിയാണ്. ഒരു ദൈവം എന്ന് പറയുന്നത് തെറ്റാണ്. ഒരേ ശക്തി എന്ന് പറയുമ്പോഴല്ലോ വലിപ്പ ചെറുപ്പമില്ല, ദൂരെ അകലെയില്ല, എല്ലാവരിലും ഒരുപോലെയാണ്. എല്ലാവരിലും ഒരേപോലെയുള്ള സമത്വം, ഏകത്വം, പശ്യത എന്നൊക്കെ നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഈശ്വരൻ ഒരേ ഒരു ഈശ്വരനാണെന്ന് പറയുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു വാക്ക്, ഒരേ നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത മണികളാണ് നമ്മൾ. സൂത്രേ മണിഗണായിവ. പറയൂ എല്ലാവരും. സൂത്രേ മണിഗണായിവ. ഇതാണ് ഭാരത ഋഷിവര്യന്മാർ നമ്മൾ പഠിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കണ്ടേ നമ്മൾ? വേണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അറിയില്ല എന്താ സത്യം എന്നുള്ളത്. മറ്റുള്ളത് പ്രചരിപ്പിക്കുന്നതാണ് അവർ കേൾക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹിന്ദു സമൂഹത്തിന്, ഞാൻ ഒരു മതത്തെയും കുറ്റം പറയല്ല, ഹിന്ദു സമൂഹത്തിന് പലപ്പോഴും അറിവിന്റെ ഒരു കുറവുണ്ട്. നമ്മൾ പലതും ക്ഷേത്രങ്ങളിൽ പോവും, ആചരിക്കും, അനുഷ്ഠിക്കും. പക്ഷെ എന്തിനാണെന്ന് പഠിപ്പിക്കാൻ ആചാര്യന്മാർ വളരെ കുറവാണ്. ഇപ്പൊ നമുക്ക് അമ്മയുടെ കുറേ ശിഷ്യ സമ്പത്തുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുറേ ആളുകൾക്ക് അറിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എത്ര ആളുകൾക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്? ഭൂരിപക്ഷം ആളുകളും അതുമായിട്ട് അങ്ങോട്ട് ചേർന്ന് വരുന്നവരല്ല, അല്ലേ? കൂടുതൽ ആളുകളും ജസ്റ്റ് ഒരു അമ്പലത്തിൽ വരുന്നോ തൊഴുതു പോകുന്ന ആളുകളായി മാറി. അതുകൊണ്ടോ അവരുടെ തലമുറകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റുള്ളവർ നമ്മളെ മുതലെടുത്തിട്ടുള്ളതൊക്കെ നമ്മുടെ അജ്ഞാനത്തെയാണ്. അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത്, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ഗുരുപരമ്പരകളെ ഞങ്ങൾക്ക് അറിവുണ്ടാവട്ടെ. ഈ അറിവിന്റെ വെളിച്ചത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് ജീവിതത്തെ നയിക്കട്ടെ. നമ്മൾ നോക്കൂ, തേജസ്സിനാവധീതമസ്തു എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. നമ്മൾ രാവിലെ എണീറ്റ് പണ്ട് കാലത്ത് ആളുകൾ ഗായത്രി ജപിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഇതായിരുന്നു തോന്നിയിരുന്നത്: ഓം ഭൂർഭുവസ്സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. പ്രചോദിക്കപ്പെട്ട് പ്രോജ്വലിക്കപ്പെട്ട് മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ശക്തിയും കരുത്തും ഊർജവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവട്ടെ. വേണ്ടതല്ലേ? അപ്പൊ നമുക്കൊരു ദൈവമല്ല, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടണം. നമുക്ക് ഒരു ദൈവമല്ല, ഉറക്കെ പറയണം, ഒരേ ഒരു ദൈവം. ഓരോ തുള്ളി വെള്ളവും മുന്നോട്ട് നീങ്ങുന്നതിന്റെ ശക്തി ഒരേ ഒരു ശക്തിയാണെങ്കിൽ, അല്ലേ? ആണോ അല്ലയോ? ഒരേ ഒരു ദൈവീക ശക്തിയാണ് എല്ലാവരിലും. അവിടെ വലിപ്പ ചെറുപ്പമൊട്ടും ഇല്ല. ഈശ്വരൻ ആരോടും ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും ഇല്ല. അപ്പൊ പിന്നെ എന്താ നമ്മളിലൊക്കെ പലരിലും ഒരു കുറവുകളൊക്കെ ഉള്ളത്? അത് സാധനയുടെ കുറവുകൊണ്ടാണ്. നമ്മൾ നിരന്തരമായി സാധന അനുഷ്ഠിക്കണം. അതിനാണ് ഇവിടെ ഹോമം നടക്കാൻ പോകുന്നത്, അതിനാണ് ഇവിടെ ലളിതാ സഹസ്രനാമം നടക്കുന്നത്. അമ്മ നിരന്തരം നമ്മളോട് സാധന അനുഷ്ഠിക്കാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവീക ശക്തിയെ കൂടുതൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മളിവിടെ കുംഭമേളയിൽ കുളിക്കാൻ വന്നിരിക്കുന്നത്. പലരും കുംഭമേളയിൽ കുളിക്കുമ്പോൾ അറിയുന്നില്ല, ഇത് കേവല ശരീരത്തിനുള്ള ഒരു കുളിയല്ല, ഇത് മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്, പവിത്രീകരിക്കാനാണ്. എത്ര കണ്ട് ശരീരത്തെ മനസ്സിനെ ശക്തീകരിക്കണ്ടോ, പവിത്രീകരിക്കണ്ടോ, അത്രയും ദൈവിക ശക്തി അതിലൂടെ
പുറത്തേക്ക് വരും. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ റാന്തലും പാനീസും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? റാന്തൽ വിളക്കുണ്ടായിരുന്നില്ലേ? ഈ റാന്തലൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഴലിൽ എന്ത് വരും? പുക വരും, കരി വരും. ആ കരി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ എത്ര വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചം ഒരിക്കലും പുറത്തേക്ക് വരില്ല. ഇത് ഓർത്താൽ മതി. ഈശ്വരന്റെ വെളിച്ചം അവിടെയുണ്ട്, പക്ഷെ ഇത്തിരി കരി പിടിച്ച മനസ്സ് നമുക്കുണ്ട്. ആ കരി പിടിച്ച മനസ്സിനെ ഒന്ന് തുടച്ചു വൃത്തിയാക്കാനാണ് ഞാൻ കുംഭമേളയിൽ കുളിക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ ഹോമങ്ങളിലും യാഗങ്ങളിലും യജ്ഞങ്ങളിലും നാമജപത്തിലും ഒക്കെ പങ്കെടുക്കുന്നത് എന്ന ബോധം എല്ലാവരിലും ഉണ്ടെങ്കിൽ ക്രമേണ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ നമ്മളെ പൂർണ്ണത കൈവരുത്തലാണ്. മറ്റു മതങ്ങളൊക്കെ സ്വർഗത്തേക്കുള്ള യാത്ര നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വർഗമില്ല. നമുക്ക് ഈ ഭൂമി എന്ന് പറയുന്നത് മോക്ഷത്തിൻ്റെ ഭൂമിയാണ്. എന്താണ് മോക്ഷം? നമ്മുടെ ഉള്ളിൽ കരി പിടിച്ചിരിക്കുന്ന ഈ കരിയുടെ പിടിയിൽ നിന്ന് മുക്തരാവുക. എന്താണ് ആ കരി? മറ്റൊന്നുമല്ല, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കുറവുകൾ, പോരായ്മകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, ഇത്തരത്തിലുള്ള കരി പിടിച്ചിരിക്കുന്നതിനൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തുടയ്ക്കണം. എവിടെ വെച്ച് തുടയ്ക്കണം? മരിച്ചിട്ട് സ്വർഗത്തിലല്ല തുടയ്ക്കേണ്ടത്. എവിടെ വെച്ച് തുടയ്ക്കണം? ഇതാണ് നമ്മുടെ കർമ്മഭൂമി, ഇതാണ് നമ്മുടെ യജ്ഞഭൂമി, ഇതാണ് നമ്മുടെ ഭക്തിയുടെ ഭൂമി, ഇതാണ് നമ്മുടെ മോക്ഷഭൂമി. നമുക്ക് മോക്ഷമേ ഉള്ളൂ, നമുക്ക് സ്വർഗമില്ല. മനസ്സിലാവുണ്ടല്ലോ? നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തെ നമുക്ക് വളരെ പവിത്രമാക്കാം, ശുദ്ധമാക്കാം, അനുഗ്രഹമാക്കാം. രണ്ട് വാക്കുകളൊന്ന് ഓർക്കുക. നമുക്ക് ഒന്ന്, ഒരു ദൈവമല്ല, ഒരേ ഒരു ദൈവം. നമുക്ക് സ്വർഗമല്ല ഉള്ളത്, അത് കേട്ടില്ലേ നിങ്ങൾ? നമുക്ക് സ്വർഗമല്ല ഉള്ളത്, മോക്ഷമാണുള്ളത്. ഏതാ ഉള്ളത്? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരി പിടിച്ച കുഴൽ തുടക്കുക. ഇനി വീട്ടിൽ പോയിട്ട് കുഴലിനെ കരി പിടിച്ചിട്ട് തുടക്കലല്ല. ഇത് ആ കുഴലിനെ അല്ല ഉദ്ദേശിച്ചത്. ഇത് ഏത് കുഴലാ ഉദ്ദേശിച്ചത്? ഇത് പുറത്തുള്ള ഒരു വിളക്കിന്റെ കുഴലല്ല. ഇത് എവിടെയുള്ള കുഴലാണ്? നമ്മുടെ മനസ്സിൽ ചെറിയ ദുർബലതകളുണ്ട്. ആ ദുർബലത കാരണമാണല്ലോ ചിലർ വെടിവെച്ചൊക്കെ മരിക്കുന്നത്. നമ്മുടെ ഹിന്ദു മതത്തിൽ ആ ദുർബലത കൂടി വരുന്നതുകൊണ്ടാണ് ആത്മഹത്യകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടി വരുന്നത്. നമ്മുടെ ചുറ്റുപാട് ഓരോരുത്തരുടെ മനസ്സിനും അതിനുള്ള ശക്തിയും കരുത്തും ഊർജവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും കരുത്തോടെ നേരിടാം. അമ്മയുടെ ചരിത്ര പുസ്തകം എടുത്ത് വായിച്ചാൽ മതി, വേറൊന്നും വായിക്കണ്ട. അമ്മയുടെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് വായിച്ചാൽ തന്നെ അമ്മ കടന്നുപോയിരിക്കുന്ന ആ ഒരു ജീവിതത്തിന്റെ യാത്ര മനസ്സിലാക്കാം. എന്തെല്ലാം വെല്ലുവിളികളും അമ്മയായിരുന്നു പണ്ട് തന്നെ മരിക്കേണ്ടിയിരുന്നത്. അതിന് അത്ര പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അമ്മ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുഞ്ചിരിയോടുകൂടി കടന്നുപോയി. അന്ന് അമ്മയെ എതിർത്തവർ പോലും പിന്നീട് അമ്മയുടെ കൂടെ കൂടി. ഇന്ന് അമ്മ എന്ന് പറയുന്ന ശക്തി വിശേഷം എന്താണ്? അതല്ലേ ഇന്നിപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ വരണം. പക്ഷേ ഇതൊന്നും നമ്മളെ ഒരിക്കലും തോൽപ്പിക്കരുത്. നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത് എന്താ അറിയോ? ഒക്കെ പറയാൻ നമ്മളൊക്കെ കേമന്മാരാണ്. തീയിൽ മുളച്ചത്, ബാക്കി നിങ്ങൾ പറയും, എനിക്ക് ഉറപ്പാണ്. തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയാൻ കഴിവുള്ള കേമന്മാരാണ് നമ്മൾ. അതുപോലെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലും ഇതൊക്കെ പറയാൻ നമ്മൾ കേമന്മാരാണ്. പക്ഷെ ചെറിയൊരു വാട്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കിടക്കണം. ജീവിതം അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ എന്റെ തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്നൊക്കെ എന്തിനാ പറഞ്ഞത്? ഇത് പണ്ടൊരു തത്തകളുടെ കഥ പറഞ്ഞ പോലെയാണ്. സമയം എനിക്ക് കുറവാണ്. ഇവിടുത്തെ യാഗത്തിന്റെ യജ്ഞത്തിന്റെ ഒരു സമയം എടുത്തുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്. സമയം ഒരു 10 മിനിറ്റ് കുഴപ്പമില്ല. അപ്പോൾ ഒരു കഥ പറയാം. പണ്ട് ഒരു കാട്ടിൽ ധാരാളം തത്തകളുണ്ടായിരുന്നു, ഒരുപാട് തത്തകൾ. ഈ തത്തകളൊക്കെ ഇങ്ങനെ വേടൻ പിടിക്കാൻ തുടങ്ങി. അപ്പം വേടൻ പിടിക്കുന്ന സമയത്ത് തത്തകളിൽ ഒരു സാക്ഷര തത്ത കയറി വന്നു. ഈ തത്ത മുത്തശ്ശി, ഇത്തിരി പ്രായമുള്ളൊരു തത്തയാണ്. ആ മുത്തശ്ശി തത്ത പറഞ്ഞു, നോക്കൂ, ഇവിടെ തത്തകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതിനൊരു അവസാനം വരുത്തണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അറിവ് പകർന്നു തരാം. ഈ അറിവ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ പഠിക്കാം. അങ്ങനെ പിറ്റേന്ന് മുതൽ മുത്തശ്ശി തത്ത ക്ലാസ് തുടങ്ങി. ആദ്യത്തെ സാക്ഷര ക്ലാസ്, തത്തകൾക്കുള്ള സാക്ഷര ക്ലാസ്, അവബോധ ക്ലാസ്. എന്താ ക്ലാസ്സിൽ പറയുന്നത്? തത്തകളെ എന്താ പറയുന്നത്? തത്തകളെ. കാട്ടിൽ വേടൻ വരും. കാട്ടിൽ ആര് വരും? വേടൻ വരും. വേടൻ വല വിരിക്കും. വലയിൽ ധാന്യങ്ങളിടും. എന്തിടും? നിങ്ങൾ ചെന്ന് ഇരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. ഇതാണ് ആര് പഠിപ്പിക്കുന്നത്?
മുത്തശ്ശി തത്ത വളരെ സത്യമല്ലേ പറയണത്? കാട്ടിൽ വേടം വരും, വല വിരിക്കും, ധാന്യം ഇടും, നിങ്ങൾ ചെന്നിരുന്നാൽ ഇരുന്നാൽ കുരുങ്ങേ ചാവും. അതുകൊണ്ട് മേലാൽ ഈ വല കണ്ട് നിങ്ങൾ പോയി ഇരിക്കരുത്. തത്തകളൊക്കെ പിറ്റേ ദിവസം ബൈഹാർട്ടാക്കി. എനിക്ക് തോന്നുന്നു അവരൊക്കെ തവന്നൂരിന്നോ അല്ലെങ്കിൽ കേരളക്കാരായിരിക്കണം. വളരെ എക്സലന്റ് ആയിരുന്നു, എക്സ്പേർട്ടുകളായിരുന്നു. പെട്ടെന്ന് തന്നെ ബൈഹാർട്ട് ഓടിച്ചു. പിറ്റേ ദിവസം മുത്തശ്ശി ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി. അപ്പോഴേക്കും എല്ലാവരും മുത്തശ്ശി നോക്കി, മുത്തശ്ശി നിങ്ങൾ മറന്നിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്താണ്? തത്തകളെ കാട്ടിൽ വേടം വരും, വേടം വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ആരും ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. മുത്തശ്ശി തൊഴുതുപോയി, എൻ്റെ ദൈവമേ, എത്ര വേഗമൊക്കെ ബൈഹാർട്ട് പഠിച്ചിരിക്കണോ, ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ വേറെ എവിടെ ഉണ്ടാവുക? ഞങ്ങൾ മറന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ കാട്ടിൽ വേടം വന്നു. വേടൻ വല വിരിച്ചു, ധാന്യങ്ങളിട്ടു. ഇത് കണ്ടപ്പോൾ ചില തത്തകളുണ്ടാവില്ല, ചെറിയ സ്വഭാവം, അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയാൻ തുടങ്ങിയ മുത്തശ്ശി ഉറക്കെ. അപ്പൊ എല്ലാവരും മറന്നിട്ടില്ല മുത്തശ്ശി. തത്തകൾ പറയൂ, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വലവിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ചെന്നിരിക്കുന്നത് ഇരുന്നാൽ കുരുങ്ങും. ഈ വേടനുണ്ടല്ലോ, വേടൻ എനിക്ക് തോന്നുന്നു മലയാളിയായിരിക്കണം. വേടൻ ഇത്രയൊക്കെ അറിയുമോ? ദൈവമേ, ഇവർക്ക് എവിടുന്ന ഈ അറിവ് കിട്ടിയിരിക്കുന്നത്? അന്തം വിട്ട് നോക്കുക. ആ വേടൻ പോയി ഒരു തത്തയും ചെന്ന് ഇരുന്നില്ല. പിറ്റേ ദിവസം വേടന് തോന്നി കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയാൽ എന്താണ്. ഇതിപ്പോൾ ധാന്യങ്ങളിടരുതെന്നല്ലേ പറഞ്ഞത്? കുറച്ച് ഫ്രൂട്ട്സ്, മുന്തിരി തുടങ്ങിയുള്ള സാധനങ്ങൾ, പൊമഗ്രാനേറ്റിൻ്റെ ചെറിയ ഫ്രൂട്ട്, അതൊക്കെ ഒന്ന് കൊണ്ടുപോയാലും. ഇവൻ എന്ത് ചോദിച്ചാൽ കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി ആ വലയിലിട്ടു. അപ്പം മുത്തശ്ശി അപ്പോഴും അവിടുന്ന് അപ്പം ഒരുത്തൻ പറയാണ്, അതാണ് നമ്മുടെ ഇടയിൽ ഉണ്ട് ചില സ്വഭാവമുള്ളവർ. ഒരുത്തൻ പറയാണ്, അതിനകത്ത് ധാന്യമല്ലോ, പഴമല്ലേ ഇട്ടിരിക്കുന്നത്. മുത്തശ്ശി എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? വേടൻ എന്തിടുന്നാ പറഞ്ഞത്? ധാന്യങ്ങളിടുന്നല്ലേ. ഇത് പഴമല്ലേ ഇട്ടിരിക്കുന്നത്? അല്ല, പഴവും ധാന്യം ഒന്നാണ്, വലയിലാണ്, അത് നോക്കണ്ട. മുത്തശ്ശി ധാന്യങ്ങളിടുന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു, ഞാൻ പഴം എടുക്കാൻ പോവാണ്, പഴം കൊത്താൻ പോവാണ്. ഒരുത്തൻ അവിടെ നിന്ന് പഴം കൊത്തുന്നത് കണ്ടപ്പം ഒരുത്തൻ ആർത്തി കൊണ്ടാൽ പിന്നെ ശരിയില്ലേ? അതങ്ങനെയാണല്ലോ, നമ്മുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഇപ്പം എത്ര നല്ല പ്രഭാഷണമായാലും ശരി, അന്നദാനം തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷകനും മൈക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്, ഇല്ല പറയാൻ പറ്റില്ല, ഇല്ലേ? നമ്മുടെ നിയന്ത്രണം വിട്ടു. അത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഈവൻ ഞാനായാലും അങ്ങനെ ഇരിക്കാം. ഒരു നിയന്ത്രണം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും കൂടെ പഴം കൊത്തി തിന്നാനായിട്ട് പോയി. ആ മുത്തശ്ശി നോക്കുമ്പോണ്ട് എല്ലാം വലയിലിരുന്ന് പഴം കൊത്തുകയാണ്. അപ്പോഴേക്കും വല വലിച്ചു, ആ വേടൻ വലിച്ചു, എല്ലാം കൂടി വലയിൽപ്പെട്ടു. ആ വേടൻ ആ തത്തകളെ മുഴുവൻ കൊണ്ടുപോകുമ്പോൾ തത്തകൾ മുത്തശ്ശിയോട് പറയുന്നത്, കരയണ്ട, ഞങ്ങൾ മറന്നിട്ടില്ല. ആ വലയിൽ കിടന്ന് അവർ പറയാണ്, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വലവിരിക്കും, വലയിൽ ഇരുന്ന് കുരുങ്ങരുത്, കുരുങ്ങിയാൽ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നതുപോലെ ആവരുത് നമ്മുടെ ഹിന്ദുക്കൾ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം, നാം ഇവിടെ വന്ന്, ഇത് നമ്മുടെ മുക്തിധാമമാണ്, ഇത് നമ്മുടെ മോക്ഷധാമമാണ്. ഈ ഉള്ളിലുള്ള കരി തുടച്ച് കളയലാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ മോക്ഷം. എത്ര കണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ വൃത്തിയാക്കി വെക്കുന്നോ അത്ര കണ്ട് ദൈവീകമായ ശക്തി എന്നിൽ പ്രകാശിക്കുമ്പോൾ ഈശ്വരനും ഞാനുമെല്ലാം സംഗമിക്കുന്ന ഒരു സംഗമമായി, മഹാകുംഭമായി നമ്മൾ മാറണം. കുംഭമേള എന്ന് പറയുന്നത്, കുംഭം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പൂർണ്ണകുംഭം. അത് പൂർണ്ണതയുടെ പ്രതീകമാണ്. ഓരോ തുള്ളി വെള്ളവും ചേർന്ന് പൂർണ്ണത. എപ്പോഴും ഓർക്കണം, കുംഭമേള, കുംഭത്തിൽ മേളിക്കുന്നതാണ് കുംഭമേള. പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തിരിച്ചറിവും പ്രതിജ്ഞയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും അതിൻ്റെ തുടക്കമാണ് നമ്മളെ സംബന്ധിച്ച് കുംഭമേള. ഈ ഭാരതപ്പുഴയെ നോക്കിക്കൊണ്ട് കടലിലേക്ക് എത്തുന്ന ഭാരതപ്പുഴയുടെ ആ ഒഴുക്കിൻ്റെ തീവ്രതയാണ് എന്നിലെ ദൈവീകത എന്ന് മനസ്സിലാക്കി ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഈ ഭൂമിയാണ് എൻ്റെ ഭൂമി, കർമ്മഭൂമി, എൻ്റെ ജന്മഭൂമി, എൻ്റെ പവിത്ര ഭൂമി, എൻ്റെ മോക്ഷഭൂമി. ഇതിനപ്പുറത്തേക്ക് എനിക്ക് സ്വർഗവും നരകവുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മോക്ഷഭൂമിയാണത്. ഈ രണ്ട് വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മ വരട്ടെ. നമുക്ക്
സ്വർഗമല്ല ഉള്ളത്, നമുക്ക് മോക്ഷമാണുള്ളത്. നമ്മൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല, നമ്മളെല്ലാവരും ഒരേ ദൈവീകതയുള്ളവരാണ്, ഒരേ പൂർണ്ണതയിലേക്ക് എത്തേണ്ടവരാണ്, ഒരു വസുദൈവ കുടുംബമായി മാറേണ്ടതാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ കുംഭമേളയ്ക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. ഞാൻ ഇത്തിരി സമയം വാങ്ങിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ 1 മണിക്കാണ് ഞാനിവിടെ എത്തിച്ചേരേണ്ടത്. 10:30 ഇവിടെ